കണ്ണൂരിലെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ വൻ വായ്പാ തട്ടിപ്പ്. എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിലാണ് വ്യാജ വായ്പാ രേഖയുണ്ടാക്കി വ്യാപകമായി തട്ടിപ്പ് നടത്തിയത്. ലോൺ തിരിച്ചടവിന് കൂട്ടത്തോടെ നോട്ടീസ് ലഭിച്ചതോടെയാണ് ഇടപാടുകാർ ക്രമക്കേട് തിരിച്ചറിഞ്ഞത്. നമുക്കിപ്പോൾ ഒരു നോട്ടീസ് വന്നായിരുന്നു 3 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്ത് മുമ്പറ്റ വന്നത്. നമ്മൾ ഈ ലോൺ എടുത്ത് വന്നാൽ നമ്മളിതുവരെ ലോണൊന്നും എടുത്തിട്ടില്ല. ഞാൻ ആ സൊസൈറ്റിയിലെ മെമ്പറുമല്ല, ഒന്നുമല്ല. മുമ്പ് ഒരു 25 വർഷം മുന്നേ മെമ്പറായിരുന്നു. അതിന് മുന്നേ ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് പിന്നെ നമ്മളിതുവരെ ലോൺ എടുത്തില്ല. ഈ കാലത്രയും നമ്മൾ ലോണൊന്നും എടുത്തിട്ടില്ല. കണ്ണൂർ ആയിക്കരയിൽ 3.5 പതിറ്റാണ്ട് മുൻപാണ് എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെയും മത്സ്യഫെഡിന്റെയും സഹകരണത്തോടെയാണ് പ്രവർത്തനം. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം പ്രധാന പ്രവർത്തന ലക്ഷ്യം. മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വായ്പയടക്കമുള്ള സേവനങ്ങൾ. നീണ്ട കാലത്തെ വിശ്വാസ്യതയ്ക്ക് മേൽ തട്ടിപ്പാരോപണത്തിന്റെ കരിനിഴൽ. എടുക്കാത്ത വായ്പയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരാമർശിച്ച് ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് വ്യാപകമായി നോട്ടീസ് ലഭിച്ചതോടെയാണ് ക്രമക്കേട് പുറത്തായത്. ഓഡിറ്റ് ചെയ്തവർ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മളിത് അറിയുന്നത്. ഇങ്ങനെ ഒരാൾക്ക് എൻ്റെ പേരിൽ ഇപ്പം 3.5 ലക്ഷം രൂപ ലോണുണ്ട് എന്ന് പറഞ്ഞാൽ ലെറ്റർ വന്നത്. ഇത് ഞാനത് ഒരു ബന്ധുവില്ല, നമുക്ക് അറിയുന്നില്ല, ആർക്കൊന്നും അറിയുന്നില്ല. ഇത് വൻ വീഴ്ചയാണ്. ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് എന്തെന്നുള്ളത് അറിയാനിരിക്കുന്നേ ഉള്ളൂ. വൻതുകയുടെ തിരിമറി നടന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിരവധി ഇടപാടുകാരുടെ പേരിൽ 3 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വായ്പാ രേഖകൾ കൃത്രിമമായി ചമച്ചുവെന്ന് നിഗമനം. ഇതിൽ ഈ ഭരണസമിതി അംഗങ്ങൾ അറിയാതെ ലോൺ പാസ്സാവില്ലല്ലോ. അപ്പോൾ ഈ ഡെപ്പോസിറ്റാർ പൈസ എവിടെ പോയി, എന്നുവെച്ചാൽ ഈ വലിയ പൈസ എവിടെ പോയി എന്ന് അറിയുന്നില്ലല്ലോ. ഈ ഭരണസമിതി അംഗങ്ങൾ ബോഡി മീറ്റിംഗ് അതിൽ നടത്തുന്നുണ്ടല്ലോ. അപ്പം അന്നൊരു പേരൊന്നും അന്വേഷിച്ചിട്ടില്ലേ? അല്ല ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല എല്ലാവരും കൂടിയിട്ട് കണ്ണു കൊത്തുന്നതാണെന്ന് പറയാൻ പറ്റില്ല. പോലീസിനും സഹകരണ സംഘം സീനിയർ ഇൻസ്പെക്ടർക്കും ഇടപാടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ബോർഡ് മീറ്റിംഗ് കൂടാണ്ട് ഈ ലോൺ പാസ്സാക്കാൻ കഴിയില്ല. ഇതങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. എല്ലാവരും പേരിലും 3 ലക്ഷം ഇട്ടേ മൊത്തത്തിൽ ഇവിടെ മെമ്പർമായ ആളെ പേരിലെല്ലാം 3 ലക്ഷം ഉണ്ട്. അത് ആരൊക്കെ ഒഴിവായിട്ടുണ്ടോ എന്ന് തന്നെ നോക്കേണ്ടത്. പണം തിരികെ ലഭിക്കാതെ നിക്ഷേപകരും കുരുക്കിൽ. നിക്ഷേപത്തുക പിൻവലിക്കുന്നതിലെ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല. തിരിമറി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും നിക്ഷേപകർക്ക് പണം നഷ്ടമാകില്ലെന്നുമാണ് സഹകരണ സംഘം ഭരണസമിതിയുടെ വിശദീകരണം. പ്രാദേശിക സമ്പദ്ഘടനയുടെ നട്ടെല്ലാകേണ്ട സഹകരണ സംഘങ്ങളിൽ നിന്ന് ആവർത്തിച്ചാവർത്തിച്ചു പുറത്തുവരുന്ന തട്ടിപ്പ് കഥകൾ ആശ്വാസ്യമല്ല. കണ്ണൂർ ആയിക്കരയിലേത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പേരിലുള്ള ക്രമക്കേടും തട്ടിപ്പുമാണ്. നടപടിക്ക് കാലവിളംബം പാടില്ല. സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ.